ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം സീരീസ് അനാലിസിസ്. എന്താണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിളിൽ ഡേയ്സും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പ്രോഡക്റ്റ് സോൾഡും തന്നിട്ടുണ്ട്. സെക്കൻഡ് എക്സാമ്പിൾ ഇയർ ആൻഡ് പോപ്പുലേഷൻ ഇൻ മില്യൺ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഡാറ്റ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ അത് നോക്കുകയാണെങ്കിൽ മൺഡേ 90 ആയിരുന്നു, ദെൻ ഫ്രൈഡേ എത്തുമ്പോൾ അത് 72 ആയിരുന്നു അല്ലേ. ഫ്രം എക്സാമ്പിൾ 1 ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ സെയിൽ ഓഫ് പ്രോഡക്റ്റ് ഈസ് ഡിക്രീസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ, ദെൻ എഗെയിൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഇൻക്രീസ്. അങ്ങനെയാണല്ലോ കാണിക്കുന്നത് അല്ലേ. മൺഡേ ടു ഫ്രൈഡേ വരെ അതെന്താണ് ഡിക്രീസിങ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ദെൻ സാറ്റർഡേ ദെൻ സൺഡേ ആകുമ്പോൾ അത് വീണ്ടും ഇൻക്രീസിങ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ ഡാറ്റ അറേഞ്ച് ചെയ്തത് ടൈം അല്ലെങ്കിൽ ഡേയ്സിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ അത് ഡിക്രീസിങ് ഇൻക്രീസിങ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ ഇയർ ആൻഡ് പോപ്പുലേഷനാണ് തന്നിട്ടുള്ളത്. 1990, 95, 2000, 2005, 10, 15, 20 ഇത്രയും ഇയറാണ് തന്നിട്ടുള്ളത്. പോപ്പുലേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കാം, ഇയർ എന്ന് പറയുന്നത് ഒരു ഈക്വൽ ഇൻ്റർവെൽ പീരീഡ് ഓഫ് ടൈമാണ് കൊടുത്തത് അല്ലേ. 1995, ദെൻ 5 ഇയേഴ്സ് കൂടുമ്പോൾ 2000, ദെൻ 2005, 10. അപ്പം ഈക്വൽ ഇൻ്റർവെൽ പീരീഡ് ഓഫ് ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻക്രിമെൻ്റാണ് അവിടെ പോപ്പുലേഷനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡാറ്റ അറേഞ്ച് ചെയ്തത് ഇയറിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഇത് തന്നെയാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ഒരു ഡാറ്റയെ നമ്മൾ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈം സീരീസിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇൻ മാത്തമാറ്റിക്സ് എ ടൈം സീരീസ് ഈസ് എ സീരീസ് ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ഇൻഡെക്സ്ഡ് ഓർ ലിസ്റ്റഡ് ഇൻ ടൈം ഓർഡർ. ടൈം ഓർഡറിൽ നമ്മൾ ഡാറ്റയെ പോയിൻ്റ് ഔട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ സീരീസ് ഓഫ് ഡാറ്റാസിനെയാണ് നമ്മൾ ടൈം സീരീസ് എന്ന് പറയുന്നത്. ഡാറ്റ ആർ അറേഞ്ച്ഡ് chronologically. That means a time series may be defined as a set of values of a variable collected and recorded in chronological order of the time intervals. അപ്പോൾ ടൈം സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് എ വാരിയബിൾ കളക്റ്റഡ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ വാരിയബിൾസ് എന്ന് പറയുന്നത് അത് ഇയർ ആവാം, പോപ്പുലേഷൻ ആവാം, അല്ലെങ്കിൽ എന്താണ് ഡേയ്സ് ആവാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗുഡ്സ് സോൾഡഡ് ആവാം. ആ വാരിയബിൾസിൻ്റെ വാല്യൂസിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു ക്രോണോളജിക്കൽ ഓർഡറിലാണെങ്കിൽ ഓർ ടൈം ഇൻ്റർവെല്ലിൻ്റെ ബേസിസിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടൈം സീരീസ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് എ വാരിയബിൾ കളക്റ്റഡ് റെക്കോർഡഡ് ഇൻ chronological order of time interval. So time series refers to the data depending on time. Time series is also called a historical data or historical series. ഇനി നമുക്ക് ടൈം സീരീസ് അനാലിസിസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു നോ ദ പാസ്റ്റ് കണ്ടീഷൻ. ടൈം സീരീസ് അനാലിസിസ് പാസ്റ്റ് ബിഹേവിയർ ഓഫ് വാരിയബിൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നു. സോ ആ പാസ്റ്റ് കണ്ടീഷൻസ് പഠിക്കുന്നതിലൂടെ റേറ്റ് ഓഫ് ഗ്രോത്ത് എത്രത്തോളം ആണെന്നൊക്കെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് പീരിയോഡിക് ഫ്ലക്ച്വേഷൻസിൻ്റെ ഡയറക്ഷൻസ് ഏത് ലെവലാണെന്നൊക്കെ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു നോ ദ പാസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ അസസിങ് ദ പ്രസൻറ്റ് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ ടൈം സീരീസ് അനാലിസിസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇവാലുവേഷൻ ഓഫ് ദ കറൻറ്റ് അച്ചീവ്മെൻറ്റ്സ്. ദാറ്റ് മീൻസ് എന്താണ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് എന്താണ് ആക്ച്വൽ കറൻറ്റ് അച്ചീവ്മെൻ്റ് എന്നൊക്കെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സീരീസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും വേരിയേഷൻ ഈ പറയുന്ന ആക്ച്വൽ പെർഫോമൻസിനും സ്റ്റാൻഡേർഡ് പെർഫോമൻസിനും ഉണ്ടെങ്കിൽ ആ വേരിയേഷൻ്റെ കോസസ് എന്താണെന്നൊക്കെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സീരീസ് ഹെൽപ്ഫുള്ളാണ്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ. ഓൺ ദ ബേസിസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് കണ്ടീഷൻ ഫ്യൂച്ചർ ഈസ് വെൽ പ്രെഡിക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്. ടൈം സീരീസ് അനാലിസിസ് പാസ്റ്റ് ബിഹേവിയർ പഠിക്കുന്നുണ്ട്, പ്രസൻറ്റ് അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഫ്യൂച്ചറിൽ എന്താവും എന്നൊരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു അസംഷനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് എനേബിൾസ് കമ്പാരിസൺ. That means time series analysis facilitate a comparison. We can compare different time series and important conclusion can be drawn based on this comparison. Next point, if for once.
അതായത് ഇപ്പോൾ നമ്മൾ ഈ ടൈം സീരീസ് അനാലിസിസിലൂടെ പാസ്റ്റ് ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നു, പ്രസൻറ്റ് അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് അനാലിസിസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതൊരു വാർണിംഗ് പോലെ ഈ ടൈം സീരീസ് അനാലിസിസിനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ലോസസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അതിനുള്ള പ്രോപ്പർ മെഷേഴ്സ്, പ്രിക്കോഷൻസ് ഒക്കെ നമുക്ക് എടുക്കാനും അങ്ങനെ പ്രോപ്പർ വാർണിംഗ് സിസ്റ്റമായിട്ട് ഇത് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ടൈം സീരീസ് അനാലിസിസിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. ഹെൽപ്സ് ടു നോ ദ പാസ്റ്റ് കണ്ടീഷൻ, ഹെൽപ്സ് ഇൻ അസസിങ് ദ പ്രസൻറ്റ് അച്ചീവ്മെൻറ്റ്സ്, ഇറ്റ് ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ, ഇറ്റ് എനേബിൾ ദ കമ്പാരിസൺ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർവാർഡ്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ് ആണ്. ടൈം സീരീസ് അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ്, ഫസ്റ്റ് വൺ ട്രെൻഡ്, അല്ലെങ്കിൽ ഇത് സെക്യുലർ ട്രെൻഡ് അല്ലെങ്കിൽ ലോങ് ടേം മൂവ്മെൻറ്റ്സ് എന്നറിയപ്പെടുന്നുണ്ട്. സീസണാലിറ്റി അല്ലെങ്കിൽ സീസണൽ വേരിയേഷൻ. തേർഡ് വൺ സൈക്ലിക്കൽ വേരിയേഷൻ. ഫോർത്ത് വൺ ഇറഗുലർ വേരിയേഷൻ. ഫസ്റ്റ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് സെക്യുലർ ട്രെൻഡ് ആണ്. അപ്പോൾ സെക്യുലർ ട്രെൻഡ് മീനിങ് പറയുന്നതിന് മുമ്പ് എന്താണ് ട്രെൻഡ് എന്ന് പറയാം. ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ നമ്പർ 1 ആണ്, ട്രെൻഡിങ്ങിൽ നമ്പർ 1 ആണ് എന്ന് നമ്മൾ പറയുന്നു. അതിനർത്ഥം എന്താണ്? ആ ഒരു യൂട്യൂബ് വീഡിയോസിന് കൂടുതൽ വ്യൂവേഴ്സ് അല്ലെങ്കിൽ വിതിൻ അവേഴ്സിൽ തന്നെ അത് ഒത്തിരി പേര് അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരിലേക്ക് എത്തുന്നത് കൊണ്ടാണ് അത് ട്രെൻഡിങ് 1 എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ജനറൽ ഡയറക്ഷൻ ആൻഡ് ഷേപ്പ് ഓഫ് ടൈം സീരീസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ എന്താണോ അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ മൂവ്മെൻറ്റ്, അത് മേ ബി ആ ട്രെൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് സ്ലോലി ആവാം, അല്ലെങ്കിൽ ഇൻക്രീസിങ് ഫാസ്റ്റ് ആവാം, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ആവാം. ഇതിനെയൊക്കെയാണ് നമ്മൾ ട്രെൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പോപ്പുലേഷൻ പാസ്റ്റ് 10 ഇയേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ പാസ്റ്റ് 10 ഇയേഴ്സിൽ മേ ബി പോപ്പുലേഷൻ കണ്ടിന്യൂസ് ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻക്രീസിങ് ടെൻഡൻസി ആയിരിക്കാം കാണിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിക്ലൈൻ ടെൻഡൻസി ആയിരിക്കാം കാണിക്കുന്നത്. അപ്പോൾ ലോങ് പീരീഡിൽ ഒരു ഡാറ്റ കൂടുതൽ ഹൈ ആയി ഗ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ ഡിക്ലൈൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്യുലർ ട്രെൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്യുലർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് എ ടൈം സീരീസ്. So time series data may show upward trend or downward trend for a period of years, and this may be due to factors like increase in population, change in technological progress, large scale shift in consumers' demands. അപ്പോൾ സെക്യുലർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് റെഫേഴ്സ് ടു ദ ജനറൽ ടെൻഡൻസി ഓഫ് ദ ഡാറ്റ ടു ഗ്രോ ഓർ ഡിക്ലൈൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പം ഈ സെക്യുലർ ട്രെൻഡിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ലീനിയർ ഓർ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് എന്നും നോൺ ലീനിയർ ട്രെൻഡ് എന്നും. ലീനിയർ ഓർ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ if the value of a phenomena under study is plotted on a graph paper, we will get a more or less around a straight line. ഇപ്പോൾ നമുക്ക് കിട്ടിയ വാരിയബിൾസിൻ്റെ വാല്യൂസ് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മോർ ഓർ ലെസ് അറൗണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലീനിയർ ഓർ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് എന്ന് പറയുന്നത്. അതർവൈസ് ഇഫ് ദ പ്ലോട്ടഡ് പോയിന്റ് ഓഫ് ദ ഫിനോമിന ഡു നോട്ട് ഫോം എ സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ ഈ പ്ലോട്ട് ചെയ്ത വാരിയബിൾസിൻ്റെ വാല്യൂസ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് നമുക്ക് ഫോം ചെയ്ത് തരുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് നോൺ ലീനിയർ ഓർ കർവി ലീനിയർ ട്രെൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് കോമ്പോണൻറ്റ് സീസണൽ വേരിയേഷൻസ് ആണ്. സീസണൽ വേരിയേഷൻ്റെ മീനിങ് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പം വിൻ്റർ സീസണും സമ്മർ സീസണും എടുത്താൽ ഏറ്റവും കൂടുതൽ ഐസ്ക്രീംസിൻ്റെ സെയിൽസ് നടക്കുന്നത് സമ്മർ സീസണിലാണ്. വിൻ്റർ സീസണിലെ സെയിൽ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? വെതർ കണ്ടീഷൻ ഓർ ക്ലൈമറ്റ് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഈ ഒരു സെയിൽസിൽ ഇൻക്രീസും ഡിക്രീസും വരാൻ കാരണം. അപ്പോൾ സീസൺ വേരിയേഷൻ മൂലമാണ് ചില പ്രോഡക്ട്സിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയും ചില പ്രോഡക്ട്സിൻ്റെ സെയിൽസ് ഡിക്രീസും ചെയ്യുകയും ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് അംബ്രല്ലിൻ്റെ കേസിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ, സെയിൽസ് ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് തന്നെയാണ് സീസണൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. സീസണൽ വേരിയേഷൻ the change that have taken place within a years as a result of change in climate, weather condition or festival. അപ്പോൾ സീസണൽ വേരിയേഷൻസ് എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഒരു സീസണിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് സീസണൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ട്രെൻഡ് വേരിയേഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? സെക്യുലർ ട്രെൻഡിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഓവർ എ പീരീഡ് ഓഫ് ടൈംസ്, ഒരുപാട് ലോങ് പീരീഡിലുള്ള ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ഇയർ ആഫ്റ്റർ ഇയറിൽ
ഒരു പെർട്ടിക്കുലർ സീസണിൽ ഉണ്ടാവുന്ന വേരിയേഷൻ്റെ മൂവ്മെൻറ്റ്സ് കാണിക്കാനാണ് സീസണൽ വേരിയേഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സീസണൽ വേരിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ടൈം സീരീസ് അനാലിസിസ് നടത്താൻ വേണ്ടി പറ്റുന്നത്? ഇപ്പോൾ പാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ട്രെൻഡിങ് ആണ് നമ്മൾ പഠിക്കുന്നത് സീസണൽ വേരിയേഷൻസ് കോമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ റെയിനി സീസണാണ് നമ്മൾ എല്ലാ വർഷവും കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓരോ വർഷത്തെയും റെയിനി സീസൺസിൽ അംബ്രല്ലയുടെ സെയിൽസ് ഇൻക്രീസിങ് ആണോ അല്ലെങ്കിൽ ഡിക്രീസിങ് ആണോ എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അത് ടൈം സീരീസ് അനാലിസിസിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ സീസണൽ വേരിയേഷൻ്റെ കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ദ ചേഞ്ച് ദാറ്റ് ഹാവ് ടേക്ക് പ്ലേസ് വിതിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ ഒരു സീസണിൽ സംഭവിക്കുന്ന ചേഞ്ചസിനെയാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്ത് കാണിക്കുന്നത്. ദെൻ ആ ചേഞ്ചസ് ഉണ്ടാവുന്നത് മേ ബി ചേഞ്ച് ഇൻ ക്ലൈമറ്റ് കൊണ്ടാവാം, വെതർ കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആവാം, കസ്റ്റം ട്രഡീഷൻസ് ഹാബിറ്റ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആവാം, അല്ലേ? ഓണം സീസൺസ്, ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ നമുക്ക് സീസണൽ വേരിയേഷൻസിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഇനി നെക്സ്റ്റ് കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് സൈക്ലിക്കൽ വേരിയേഷൻ. വാട്ട് ഈസ് സൈക്ലിക്കൽ വേരിയേഷൻ? ദീസ് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസസ് ആസ് എ റിസൾട്ട് ഓഫ് ബൂംസ് ആൻഡ് ഡിപ്രഷൻ. അപ്പോൾ സൈക്ലിക്കൽ വേരിയേഷൻ ഉണ്ടാവുന്നത് ബൂംസ് ആൻഡ് ഡിപ്രഷൻ കണ്ടീഷൻ മൂലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബിസിനസ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് പ്രോസ്പെരിറ്റി ആയിരിക്കും, ബൂം പീരീഡ് ആയിരിക്കും, അല്ലേ? സോ ഈ ബൂം പീരീഡിന് ശേഷം ഓട്ടോമാറ്റിക്കലി അതൊരു ഡൗൺവാർഡ് മൂവ്മെൻറ്റിലേക്ക് പോകും. ആ ഒരു ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ നമുക്ക് റിസഷൻ എന്ന് പറയാം. ദെൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പീക്കായിട്ടുള്ള അതിൻ്റെ ഡൗൺവാർഡിലേക്ക് അതെത്തും. ആ ഒരു പീരീഡ് നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാം. ഈ ഡിപ്രഷൻ പീരീഡിന് ശേഷം വീണ്ടും അതെന്ത് ചെയ്യും? റിക്കവറി സ്റ്റേജിലേക്ക് പോകും, അല്ലേ? സോ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലിക്കൽ വേരിയേഷനിൽ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഷോസ് റിക്കറൻറ്റ് അപ്വാർഡ് ഓർ ഡൗൺവാർഡ് മൂവ്മെൻറ്റ് ഇൻ എ ടൈം സീരീസ് ബട്ട് ദ പീരീഡ് ഓഫ് സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എ ഇയർ. അപ്പോൾ നമുക്കറിയാം സീസണൽ വേരിയേഷൻ വിതിൻ എ ഇയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമ്മൾ പഠിച്ചത്. പക്ഷേ സൈക്ലിക്കൽ വേരിയേഷൻസിൽ എന്താണ്? പീരീഡ് ഓഫ് സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എ ഇയർ. ഒരു വർഷത്തിൽ കൂടുതൽ, അതിനേക്കാളും കൂടുതൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമ്മൾ സൈക്ലിക്കൽ വേരിയേഷൻസിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോഴെന്താണ് സൈക്ലിക്കൽ വേരിയേഷൻസിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം സൈക്ലിക്കൽ വേരിയേഷൻ ടൈം സീരീസ് അനാലിസിസിലൂടെ അദ്ദേഹത്തിന് ഈ സൈക്ലിക്കൽ വേരിയേഷൻസിനെ കുറിച്ച് കൂടുതൽ നോളജ് കിട്ടും. സോ ഹി ക്യാൻ പ്രിപ്പയർ ഹിംസെൽഫ് ഫോർ ഫേസിങ് പീരീഡ് ഓഫ് റിസഷൻ ഓർ ഡിപ്രഷൻ, അല്ലേ? റിസഷനോ ഡിപ്രഷനോ ആ ബിസിനസ് ലൈഫ് സൈക്കിളിൽ വരികയാണെങ്കിൽ അത് ഫേസ് ചെയ്ത് നിൽക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല ഈ സ്റ്റാർട്ടിങ് പീരീഡ്, പ്രോസ്പെരിറ്റി പീരീഡിൽ മാക്സിമം സെയിൽസ് ഉണ്ടാക്കി മാക്സിമം ബെനഫിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള സ്ട്രാറ്റജീസ് അയാൾക്ക് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ സൈക്ലിക്കൽ വേരിയേഷൻ ഹെൽപ്സ് എ ബിസിനസ് മാൻസ് ടു സ്റ്റെബിലൈസസ് ഹിസ് ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി, ഒരു പൊട്ടൻഷ്യാലിറ്റി അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സൈക്ലിക്കൽ വേരിയേഷൻസിലൂടെ അല്ലെങ്കിൽ അനാലിസിസിലൂടെ സഹായിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കോമ്പോണൻറ്റ് ഇറെഗുലർ വേരിയേഷൻസ് ആണ്. ഇറ്റ് ഓൾസോ നോൺ ആസ് ഇറാക്ടിക് ഓർ റാൻഡം വേരിയേഷൻ. ഇറെഗുലർ വേരിയേഷൻ പേരിൽ തന്നെയുണ്ട്. ദീസ് ആർ ദ വേരിയേഷൻസ് ഓർ ചേഞ്ചസ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ് വിച്ച് ഡു നോട്ട് റിപ്പീറ്റ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് പാറ്റേൺ, അല്ലേ? ഒരു പ്രിസ്ക്രൈബ്ഡ് പാറ്റേൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ചേഞ്ചസ് അല്ല ഈ വേരിയേഷൻസ് എന്ന് പറയുന്നത്, ഇറെഗുലർ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേരിയേഷൻസ്, ചേഞ്ചസ് ഉണ്ടാവുന്നത് അൺഫോർസീൻസ് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് മൂലമോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് മൂലമുണ്ടാവുന്നതാവാം. ദീസ് വേരിയേഷൻസ് ആർ യൂഷ്വലി കോസ്ഡ് ബൈ ന്യൂമറസ് നോൺ ഒക്കറിങ് ഫാക്ടേഴ്സ് ലൈക്ക് ഫ്ലഡ്സ്, ലോക്കൗട്ട്സ്, സ്ട്രൈക്സ്, എർത്തുക്വേക്സ് ലൈക്ക് ദാറ്റ്, അല്ലേ? അപ്പം ഈ ലോക്കൗട്ട്സ് അല്ലെങ്കിൽ സ്ട്രൈക്ക് മൂലമോ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രൊഡക്ഷൻസിൻ്റെ ചേഞ്ചസ് പഠിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് ഇൻക്രീസിങ് ആണോ അല്ലെങ്കിൽ ഡിക്രീസിങ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് മൂലമുണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ടൈം സീരീസിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് സെക്യുലാർ ട്രെൻഡ്, സീസണൽ വേരിയേഷൻ, സൈക്ലിക്കൽ വേരിയേഷൻ ആൻഡ് ഇറെഗുലർ വേരിയേഷൻസ്.